വിദ്യാലയങ്ങൾ മുഖേന അപേക്ഷാ ഫോറം വിതരണം ചെയ്തായിരുന്നു ഉദ്യോഗാർത്ഥികളെ സ്വകാര്യ ഏജൻസിയായ ബറ്റാലിയൻ പ്രീ റിക്രൂട്ട്മെന്റ് റാലിക്കായി എത്തിച്ചത്. കായികക്ഷമതാ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഏജൻസി പണം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് ഉദ്യോഗാർത്ഥികളും നടത്തിപ്പുകാരും തമ്മിൽ തർക്കമുണ്ടായത്. സൈന്യത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു റാലി നടത്തിയതെന്നും ആക്ഷേപമുയർന്നു. ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഫോം വന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പുള്ളി സെലക്ഷനൊക്കെ കഴിഞ്ഞ് ഒരു സ്ക്രീനിൽ റിവ്യൂ ആയിട്ടാന്ന് പറഞ്ഞാൽ ഉള്ളിൽ കൊണ്ടുപോയതിനു ശേഷം ഒരു പറഞ്ഞ് പൈസ ആണോ ഇതിന് കിട്ടിയത് 75 സെലക്ഷൻ ഉണ്ട്, അതിനകത്ത് എല്ലാവർക്കും പൈസ കൊടുക്കണം. പൈസ ഒന്നും വേണ്ടാതെ ഫ്രീ ആയിട്ടുള്ള ഇതാണ് വിചാരിച്ചത്. രക്ഷിതാക്കളൊക്കെ ജോലി ഒഴിവാക്കിയിട്ടാണ് ഇവിടേക്ക് വന്നത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് റാലി തടഞ്ഞു. നടത്തിപ്പുകാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വടകരയിലും സ്വകാര്യ ഏജൻസിയുടെ റിക്രൂട്ട്മെന്റ് റാലിക്കെതിരെ പരാതി ഉയർന്നിരുന്നു. KR സാജു, മീഡിയ 1 കോഴിക്കോട്.